ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ ദിവസവും രാത്രിയിലൊരു ചിന്തയുണ്ടാവും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുന്നത്, അതെന്താണെന്ന് സെലക്ട് ചെയ്ത് വെച്ചെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചരിയൊക്കെ കുതിർക്കാനായിട്ട് വെച്ചു. നെയ്പ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാനത് ഉണ്ടാക്കിയിട്ട് വേറെ രീതിയിലാണ് തയ്യാറാക്കിയത്. അപ്പം ഇത് മലപ്പുറം സ്റ്റൈൽ നെയ്പ്പത്തിലാണ്. സാധാരണ നമ്മൾ കണ്ണൂർ സ്റ്റൈൽ നെയ്പ്പത്തിലാണല്ലോ തയ്യാറാക്കാറ്. അപ്പോൾ ഇത് വേറെ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. അതിലോട്ട് ഞാനൊരു മിക്സ്ഡ് വെജിറ്റബിൾ കുറുമയും തയ്യാറാക്കുന്നുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കുറുമയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിലോട്ട് നല്ല കോമ്പിനേഷനുള്ളൊരു കുറുമയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ മലപ്പുറം സ്റ്റൈൽ നെയ്പ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി ഞാൻ തലേദിവസം രാത്രി കുതിർക്കാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇത് രാവിലെ കേട്ടോ ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല കുതിർന്നിട്ടുണ്ട്. ഒരു 4 മണിക്കൂറെങ്കിലും കുതിർന്നാൽ മതി. അപ്പോൾ നമ്മൾ ഈ വൈകുന്നേരമൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു ഉച്ചക്കൊക്കെ കുതിർത്തി വെച്ചാൽ മതി. മിനിമം ഒരു 4 മണിക്കൂർ കുതിർന്നാൽ മതി. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ട് ഞാൻ തലേ ദിവസം കുതിർക്കാനായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വാരിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. വലിയ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 8 മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു 10-13 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം, വലിയ ജീരകം 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുത്താണ്. പിന്നെ നല്ലതാണല്ലോ ജീരകം കഴിക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ കുറച്ച് അത്യാവശ്യം വെള്ളം, ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം വെച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഇത് എത്ര അളവിലുണ്ട് വെച്ചാൽ അതിൻ്റെ ഒപ്പം വെള്ളം വെച്ചിട്ട് നമുക്ക് നരക്കാനായിട്ട് മിക്സിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളെ മിക്സ്ഡ് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതും തലേ ദിവസം കുതിർത്ത് വെച്ചതായിരുന്നു. ഒരു 1/4 കപ്പ് പച്ചക്കടലയും 1/4 കപ്പ് വെള്ളക്കടല, അതായത് ചനയും കൂടി ഞാൻ കുക്കറിലോട്ട് മാറ്റിയിടുന്നുണ്ട്. ഇതിലോട്ട് ഒപ്പം തന്നെ വെള്ളം വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഒരു പൊട്ടാറ്റയും ഉരുളക്കയും കൂടി ഇട്ടിട്ട് അതൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് മിക്സിയിൽ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മാവുണ്ടല്ലോ പച്ചരി അരക്കാൻ വെച്ചത്, അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം പിന്നീട് ആഡ് ചെയ്യാം, ഇപ്പം ഞാൻ ആഡ് ചെയ്യണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മാവിലോട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് റവയാണ്. ഒരു കപ്പിൻ്റെ 1/3 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് എടുത്തിട്ടില്ല, 1/4 കപ്പിൽ കുറച്ച് കൂടുതലുണ്ട്. ഒരു കപ്പിൻ്റെ 1/3 ഭാഗം റവ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റവ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ. സാധാരണ നമ്മൾ നെയ്പ്പത്തിൽ തേങ്ങ ചേർക്കാറുണ്ട്, ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. ഇനി 2 ടേബിൾ സ്പൂണ് 1.5-2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നമുക്ക് കുക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കിയ മാവിൽ നിന്ന് പകുതി ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ ഇളക്കുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്കൊരു പത്തിരി മാവിൻ്റെ പരുവുണ്ടല്ലോ, നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നൊരു പരുവം, ആ പരുവാവുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് മതിയാവും. ഇതിങ്ങനെ കുറുകി വരും, പെട്ടെന്ന് കുറുകി വരും. പിന്നെ പക്ഷേ ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഈസിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ പാനിന് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ അലുമിനിയം ചെമ്പിലോ സ്റ്റീൽ ചെമ്പിലൊക്കെ ആയാൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ പിടുത്തം പിടിക്കും ചെയ്യാം, ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ചൂടോട് കൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ചൂടാറാൻ നിൽക്കണ്ട. എന്നിട്ട് ഇത് ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലെ ആ പാനിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. ഇനി കുറച്ച് അളവിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നത്, 1 കപ്പ് അരി കൊണ്ടാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് തന്നെ ചെയ്താൽ മതി. ഇതിപ്പോൾ 2 കപ്പ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ വലിയ പാത്രമാണെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഒന്നിച്ച് ചെയ്യാം. നല്ല ഒരു ബലമുള്ളൊരു തവിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എൻ്റെ ചെറിയ പാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്. അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. ഇത് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ പൂരിയൊക്കെ പൊരിക്കുന്ന പോലെ, സാധാരണ ഈ പത്തിലൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരു പ്രസ്സിലിട്ടിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. നല്ല ഈസിയാണ് തയ്യാറാക്കാൻ. ഇപ്പോൾ ഇത് നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണെന്ന് വിചാരിക്കേണ്ട, എളുപ്പമുണ്ട് പരിപാടി. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം റെഡിയാവും.
ഇനി നമുക്ക് വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കൂടുതലൊന്നും വേണ്ട, അര ടീസ്പൂൺ ഈച്ച മതിയും. എന്നിട്ട് ഇതൊന്ന് മൂക്കുന്ന സമയം കൊണ്ട് നല്ലൊരു പച്ച മണം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല. നമുക്ക് പച്ചമുളകിൻ്റെ എരിവും ഇത്തിരി കുരുമുളക് പൊടിയും ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ഒരു വലിയ മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എരിവ് കുറവുള്ളതാണെങ്കിൽ 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഞാനൊരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. സവാള കുറച്ച് വലിയ കനമുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ടൊരു അരപ്പ് റെഡിയാക്കണം. അതിന് 1 കപ്പ് തേങ്ങയും 3/4 ടീസ്പൂൺ ജീരകവും ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ സവാളൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര എരിവാണ് വേണ്ടത് അതിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറവോ കൂടുതലോ ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പച്ച മണം ഒന്ന് മാറുമ്പോൾ നമുക്കൊരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കടലയും പൊട്ടാറ്റയും ക്യാരറ്റും കൂടി വേവിച്ചത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്ര തിക്കിലാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു കുറുമയായിട്ട് നല്ല കുറുന്നനുള്ള ഒരു കറിയാണ് എനിക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഇനി ഇതിലോട്ട് വേണമെങ്കിൽ മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുറുമ റെഡിയായി. ഇനി നമ്മളെ പത്തിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കയ്യിലൊക്കെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ കയ്യിൽ ഒട്ടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് ഇത്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് പൂരിമാവിൻ്റെ വലിപ്പമുള്ള ഓരോരോ ബോളുകളാക്കിയിട്ട് മാറ്റാം. എല്ലാം ബോളുകളാക്കിയതിന് ശേഷം നമുക്ക് വെറുതെ ജസ്റ്റ് പത്തിരി പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ഈസിയാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ബോളുകളാക്കിയിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ബോളുകളാക്കി മാറ്റിയാൽ നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ ഓരോന്ന് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിത് ഓരോന്ന് പരത്തിയെടുക്കാം. ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ജസ്റ്റ് പത്തിരി പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം സമയം കൊണ്ട് തന്നെ ഇതുപോലെ തന്നെ നല്ല പൊങ്ങി വരും. പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് പരിപാടി കഴിയും. ആ മാവ് ആക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതും പെട്ടെന്ന് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ, പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നെയ്പ്പത്തിൽ സാധാരണ നമ്മൾ തേങ്ങ ചേർക്കാറുണ്ട്. നമ്മളിതിൽ തേങ്ങ ചേർക്കുന്നില്ല. അത് കാരണം വെച്ചാൽ നമ്മൾ വാട്ടിയെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കാതിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ തേങ്ങ ഇട്ടിട്ടില്ല വെച്ചിട്ട് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റും ചുവന്നുള്ളിയുടെ ടേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു പത്തലിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു പത്തലും ഈ ഒരു കറി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ഒരു പത്തലും നമ്മുടെ വെജിറ്റബിൾ കുറുമയും തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.